ഒരു ക്രീമി മലായി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. 1 കിലോ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് എല്ലാ ഏരിയക്കും എത്തിയതിന് പോലെ കുഴച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 മീഡിയം സവാള സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് വാട്ടിയെടുക്കുക. ഇത് ഏകദേശം നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. അതേ ഉരുളിക്ക് തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 4 ഏലം, ഒരു 4 ഗ്രാമ്പു, ഒരല്പം കുരുമുളക് അങ്ങനെയുള്ളതും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് പൊട്ടി വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. അതുകൊണ്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വാട്ടിയെടുത്ത സവാളയും അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ അരച്ചത് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുക. അതൊന്നും കൊണ്ട് ഇളക്കി അത്യാവശ്യം നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ച ചിക്കനായി കണ്ടിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് കൊണ്ട് ഇളക്കി മറിക്കാൻ ആ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചിക്കനിലേക്ക് കണ്ട് എത്തുന്ന രീതിയിൽ ഇളക്കി മറിച്ചതിന് ശേഷമായിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കും. ഉപ്പ് നോക്കിയതിൻ്റെ ശേഷം ചേർക്കണം. കാരണം ചിക്കൻ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, ജീരകം പൊടി, ഗരം മസാല, അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് മിക്സാക്കി എടുക്കട്ടോ. അത് മിക്സാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കട്ട തൈര് എടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് മിക്സിയിൽ അടിച്ചിക്കാണ്ട് ഇതിക്കാണ്ട് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്നും കണ്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് പിന്നെ അവസാനം നമ്മൾ വെള്ളം ചേർക്കണം. മിക്സിയിൽ എല്ലാം കൂടെ അരച്ചതിൻ്റെ ബാലൻസൊക്കെ ഉള്ളതിൽ വെള്ളം ചേർത്തിട്ട് ഇതിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇനിയും കുറുകി വരും കേട്ടോ. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ചൂടാറി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വരും. ഇത് ഫുള്ള് എല്ലാം വെന്ത് തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് കസൂരി മേത്തി ഒന്നിങ്ങോട്ട് ചൂടാക്കി പൊടിച്ചതായി ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ്ട് ഇളക്കി കൊടുക്കുക. അടിപൊളിയാട്ടോ. ഈ കസൂരി മേത്തിയുടെ ഒരു മണവും രുചിയും ഫ്രഷ് ക്രീമും എല്ലാം കൂടെ ചിലപ്പോൾ സൂപ്പറായിരിക്കും. ഇത് നെയ്സ് പത്തിരിക്കും അതേപോലെ തന്നെ നെയ്ച്ചോറിക്കും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്.